കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സ്വർഗം വെളിപ്പെടുത്തുന്ന വചനത്തിൻ്റെ ദൂതുകൾ ജീവിതത്തിൻ്റെ കൂടാരത്തിൽ വെളിച്ചമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അത് സമ്പൂർണമായി വീണ്ടും അധികമായി വർദ്ധിപ്പിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തലം ശക്തിയോടെ നമ്മുടെ വിഷയത്തിലേക്ക് ചാഞ്ഞിറങ്ങി നമ്മെ ആശ്വസിപ്പിക്കുന്ന, സഹായിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം 36 വാക്യം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു ചെന്ന്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി ഇടപെടുന്ന ദൂത് ഏലിയാവിൻ്റെ പ്രാർത്ഥന. ഏലിയാവ് ദൈവസന്നിധിയിൽ കഴിക്കുന്ന അപേക്ഷ, ഏലിയാവ് ആഗ്രഹിക്കുന്ന സമയം അതിശയത്തിൻ്റെ സമയമാണ്, അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തിൻ്റെ ഉത്തരം ഇന്ന്, ദൈവത്തിൻ്റെ മറുപടി ഇന്ന്, ദൈവത്തിൻ്റെ സഹായം ഇന്ന്. ഏലിയാവ് ശക്തമായി കർത്താവിനെ അങ്ങ് വിശ്വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഇന്ന് നടക്കും എന്ന നിശ്ചയത്തോടെയാ. ഹൃദയത്തിനകത്ത് ഒട്ടും അവിശ്വാസമില്ല, ഒട്ടും സംശയമില്ല. താൻ ആ പദങ്ങൾ, ആ വാക്കുകൾ ദൈവത്തോട് വെളിപ്പെടുത്തുമ്പോൾ, പറയുമ്പോൾ, ഇന്ന് എനിക്ക് വേണ്ടി ഒരു ഉത്തരം, എൻ്റെ യാചന കേൾക്കുന്ന കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ഒരത്ഭുതം. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ടതെല്ലാം വരുത്തുക. നമ്മുടെ കർത്താവ് മതിയായ ദൈവ. ഇന്ന് ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തുക. ദൈവം ശക്തന. ദൈവത്തിൻ്റെ ആഗ്രഹം, ഹൃദയത്തിലെ ആഗ്രഹമറിഞ്ഞ് ഏലിയാവിടെ പ്രാർത്ഥിക്കുന്നത്, ഇസ്രായേലിൽ നീ ദൈവമെന്ന് അറിയണം. ദൈവത്തെ ഒന്ന് വെളിപ്പെടുത്തുക. തൻ്റെ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ, ശക്തി അതിനകത്ത് ചലിച്ചു കഴിയുമ്പോൾ, ഏലിയാവിൻ്റെ ദൈവ ജീവിക്കുന്ന ദൈവമെന്ന് മറ്റുള്ളവർ പറയും. ആ നിലയിലാണ് ഭക്തൻ്റെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ശക്തിയോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് ആ വിഷയം കടന്നു വന്നത് ദൈവനാമം ദുഷിക്കപ്പെടുവാനല്ല, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനും, ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നും ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് തെളിയിക്കുന്ന നിലവാരത്തിലാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ചലനങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് അതാ, ഞാൻ ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ ഒരു പ്രവൃത്തി വേണം. ചിലർ അവിശ്വസിക്കുന്നു, ചുറ്റുപാട് അവിശ്വസിക്കുന്നു. അവരെ തിരുത്തുക. അവരുടെ ഹൃദയത്തെ പോലും വിശ്വാസം കൊണ്ട് നിറയ്ക്കത്തക്ക നിലയിലുള്ള വിടുതലുകളും ദൈവപ്രവൃത്തികളും പ്രാർത്ഥിക്കുന്നവരുടെ കൂടാരത്തിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഏലിയാ പറഞ്ഞതുപോലെ, ഞാൻ നിൻ്റെ ദാസനാ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലാണെന്നും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണെന്നും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകളാണെന്നും അതൊന്നറിയണം. എനിക്കൊരു ദൈവമുണ്ടെന്നറിയണം. അതിനാ ഈ വിഷയങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കാൻ പോവുക. ഏലിയാ പറഞ്ഞതുപോലെ ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ആ വിസയുടെ കാര്യം, ആ ജോലിയുടെയൊക്കെ വിഷയം ഇന്ന് സംഭവിക്കട്ടെ. തലമുറയുടെ ഭാവി വിഷയം ഇന്ന് തുറന്നു വരട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ആ വിഷയം ഇന്ന് വെളിപ്പെട്ടു വരുക. കർത്താവ്
കർത്താവിന് കഴിയും. അത് ചെയ്തു തരുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് വചനം പൂർണ്ണമായി വിശ്വസിക്കട്ടെ. ഇന്നൊരു വിടുതലുണ്ട്. ഇന്ന് യേശു കൂടാരത്തിൽ വരും. ഇന്ന് വിഷയത്തെ കർത്താവ് തൊടും. ഇന്ന് രോഗസൗഖ്യം ദൈവം വരുത്തും. ഇന്ന് കടഭാരത്തെ തുടച്ചു മാറ്റുവാനുള്ള വഴി ഇന്ന് ദൈവം തുറക്കും. ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആരൊക്കെ എഴുന്നേക്കുന്നോ അവർക്ക് വേണ്ടി സ്വർഗം എഴുന്നേക്കും. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ പൈതലെ ആഴമായി ദൂത് വിശ്വസിക്കട്ടെ. ഇന്ന് ഒരത്ഭുതം, ഇന്ന് ഒരു ദൈവപ്രവൃത്തി. എൻ്റെ കണ്ണുനീരിനെ തുടയ്ക്കുക, എൻ്റെ ദുഃഖത്തെ മാറ്റുക, എൻ്റെ വിലാപത്തെ നൃത്തമാക്കുക. ഇന്ന് എൻ്റെ ദൈവത്തിൻ്റെ സാധ്യതകൾ എൻ്റെ കൂടാരത്തിലേക്ക് വെളിപ്പെട്ടു വരട്ടെ. സംഭവിക്കട്ടെ. അങ്ങനെ തന്നെ ദൈവം സഹായിക്കാൻ പോകുന്നു. ദൈവം അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം. ദൈവമേ, കർത്താവ് ആഗ്രഹിക്കുന്നതൊക്കെ ഇന്ന് വെളിപ്പെട്ട് വരട്ടെ അപ്പാ. ഏലിയ പറഞ്ഞതുപോലെ ഞങ്ങളും പറയുന്നു, ഇന്ന് അത് സംഭവിക്കട്ടെ. കർത്താവിനത് കഴിയും. ഇന്ന് ശക്തിയോടെ ദൈവത്തിൻ്റെ നീതി കർത്താവെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, പ്രാർത്ഥിക്കുന്ന തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾ കണ്ട്, ദൈവിക നന്മകൾ കണ്ട് കർത്താവെ അത്ഭുതപ്പെടുക. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ ശക്തിയുള്ള ഭുജം ഇന്ന് ജനത്തിനു വേണ്ടി ചലിക്കണേ. ഇന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരം ഒന്ന് നീട്ടണം. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് സഹായിക്കാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.